ഇന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യയും കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? പുറത്ത് കൊണ്ടുപോകുമ്പോഴേക്ക് വലിയ പ്രശ്നമാവുക. ഉമ്മ ശബ്ദം ഉയർത്തും, നിനക്ക് എല്ലാ ദിവസവും ഇതന്നെയാണ് പണി, എന്തിനാ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം? അങ്ങനെ പറഞ്ഞ് ചൂടാവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അടുക്കളക്കാരെ മാത്രം നോക്കാനും നിൻ്റെ മക്കളെ നോക്കാനും മാത്രമുള്ളതല്ല ഭാര്യ. അതാദ്യം മനസ്സിലാക്കണം. നിൻ്റെ വസ്ത്രം തിരുമ്പിത്തരാൻ, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ, അതിന് മാത്രമല്ല നിനക്ക് ഭാര്യ ഉള്ളത്. ഭാര്യയെ ഇടയ്ക്കെങ്കിലും പുറത്ത് കൊണ്ടുപോകണം. എങ്ങനെ? സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോകണം. എല്ലാത്തിനും എല്ലാവരോടും സമ്മതം ചോദിച്ചിട്ടാണ് നീ കൊണ്ടുപോകുന്നതെങ്കിൽ, സ്വന്തം ഇഷ്ടപ്രകാരം നിനക്കൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ കല്യാണം കഴിക്കരുത്. ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം. എല്ലാവരെയും ബോധ്യപ്പെടുത്തി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ഉമ്മാനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക. ഉമ്മ, ഇവളെ ഞാൻ കെട്ടിയതാണ്, അപ്പോൾ ഇവളുടെ മേലുള്ള ബാധ്യത അതെനിക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ അവളിടയ്ക്ക് പുറത്ത് കൊണ്ടുപോകേണ്ടി വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അവൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ഉമ്മ തടസ്സം നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മറികടക്കേണ്ടതായിട്ട് വരും. എങ്ങനെ? ഉമ്മായോട് കലമ്പി ചൂടായി അങ്ങനെയല്ല, കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം ബോധിപ്പിക്കാൻ നോക്കുക. എന്നിട്ടും ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? കൊണ്ടുപോവുക ഭാര്യനെ പുറത്ത്. കാരണം അതിൽ തെറ്റ് വരുന്നില്ല. കാരണം നിൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണ് നിൻ്റെ ഭാര്യ. അതെല്ലാവരും ശ്രദ്ധിക്കണം. പല വീടുകളും തകരാനുള്ള കാരണം ഇതാണ്. ഉമ്മാനെയും പരിഗണിക്കണം, ഭാര്യയെയും പരിഗണിക്കണം. പരിഗണിക്കണ്ട എന്നല്ല, രണ്ടാളെയും പരിഗണിക്കണം, രണ്ടാളെയും ഒരുപോലെ സ്നേഹിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും വേണം. ഒരാൾക്ക് വേദനയാകുമോ മറ്റാൾക്ക് വേദനയാകുമോ എന്ന് നോക്കിയിട്ട് ചെയ്യാൻ നിന്നാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കാണുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് എന്ത് ചെയ്യുക? ഭാര്യയും കൊണ്ട് പുറത്ത് പോവുക, മക്കളെയും കൊണ്ട് പുറത്ത് പോവുക. കുറേ ദൂരം പോകുന്നു വേണ്ട, ഒന്ന് ജസ്റ്റ് ടൗണിൽ പോയി ഒരു ചായ വാങ്ങിക്കൊടുത്താൽ തന്നെ അവർക്ക് എന്താവും? ഹാപ്പിയാവും. 24 മണിക്കൂറും അടുക്കളയിലിരുന്ന് ഇങ്ങനെ പുകഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ ഇടയ്ക്ക് ഒരു ചെറിയ റിലാക്സ്, അതിനെല്ലാവരും സമ്മതം ചോദിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ നീ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരിയല്ലേ?